പേർഷ്യക്കാരുടെ ചക്രവർത്തിയുടെ സ്ഥാനനാമമാണ് കിസ്ര. വബാത ഈവാനു കിസ്ര വഹുവ മുൻസദിഉ കശംലി അസ്ഹാബി കിസ്ര ഗൈറ മുൽതഇമി വന്നാറു ഖാമിദത്തുൽ അൻഫാസി മിൻ അസഫി അലൈഹി വന്നഹറു സാഹിൽ ഐനി മിൻ സദമി വസാഅസാവത അൻ ളാലത് ബുഹൈറതുഹാ വറുദ്ദ വാരിദുഹാ ബിൽ ഗൈളി ഹീന ലമി كأن بالنار ما بالماء من بللي حزنا وبالماء ما بالنار من لرمي والجن تهتف والأنوار ساطعة والحق يظهر من معنى ومن كلمة. ഇതിലൊരു അതിശയോക്തിയില്ല. കാരണം ഇത് നമ്മൾ പഠിക്കുമ്പോഴേ മനസ്സിലാവും. ലോകം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. മുഹമ്മദ്, ഈ മനുഷ്യന്റെ പേര് തന്നെ വലിയ ഗൗരവമാണ്. ഈ ലോകത്തെ ഒരു മനുഷ്യന്റെ പേരാണ് മുഹമ്മദ്. ഈ പറയുന്നത് എന്താണെന്നറിയാം, ലോക ചരിത്രം മുഴുവൻ നിശ്ചലമായിട്ടാണ് നബി ജനിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം നിശ്ചലമായി പോയതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കും? നമ്മൾ വിചാരിക്കും പോലെയല്ല കാര്യം. പ്രകൃതിയുടെ ഒരു ടെലിപ്പതിയെ പറ്റി പ്രകൃതിക്ക് തന്നെ ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ ചില ബന്ധങ്ങളുണ്ട്. പ്രകൃതിയിലെ ചില പ്രത്യേകമായ കാര്യം നടക്കുമ്പോൾ ഒരു നിശ്ചലാവസ്ഥ പ്രകൃതിക്ക് മൊത്തം വന്നു പോകാം. കാരണം ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എനിക്കത് അറിയൂല, നമ്മൾ വിചാരിച്ചതൊന്നല്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഒരു വിവരവും നമുക്കില്ല, ഒരു വിവരവും ഇല്ല. നമ്മൾ ഈ പുറം കൊണ്ട് ചിന്തിക്കുക. പറഞ്ഞ എന്താണെന്നറിയോ? ഇപ്പൊ പറഞ്ഞത് വബാത്ത ഈവാനു, അങ്ങനെയല്ലേ? എവിടുന്ന ബാത്തല്ലേ? വബാത്ത ഈവാനു കിസ്ര, വബാത്ത ഈവാനു കിസ്ര. കിസ്രയുടെ കൂടിയാലോചന പാർലമെന്റ് മന്ദിരം അന്നത്തെ ദിവസം ആ രാത്രി മുൻസദിഉൻ തകർന്ന് തരിപ്പണമായി. കശംലി അസ്ഹാബി കിസ്ര, പിന്നീട് കിസ്രയുടെ പട്ടാളവും ഛിന്ന ഭിന്നമായതുപോലെ ഗൈറ മുൽതഇമിൻ, ഒരിക്കലും സംയോജിപ്പിക്കാനാവാത്ത നിലയിൽ. പിന്നീട് ഇന്ന് വരെ ലോക ചരിത്രത്തിൽ സ്വഹാബികൾ ചെന്നപ്പോൾ തകർന്നില്ലേ അവര്? പിന്നീട് അവരുടെ പട്ടാളം ഛിന്ന ഭിന്നമായി പോയിട്ടുണ്ട്. അതിൻ്റെ സൂചനയായിട്ട് ആ രാത്രി പുണ്യ റസൂൽ ജനിക്കുന്ന ആ പ്രഭാതത്തോടനുബന്ധിച്ച് അവരുടെ പാർലമെന്റ് മന്ദിരം 22 നിറകുംഭങ്ങളുള്ള പാർലമെന്റ് മന്ദിരമായിരുന്നു അത്രേ ഇസ്രയുടേത്. അതിൽ 14 ഒരു കാരണവുമില്ലാതെ തകർന്നു വീണു. എന്താണ് അങ്ങനെയൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞാല് ഈ മനുഷ്യൻ എന്നാണ് ലോകത്തിന്റെ രഹസ്യമാണ് മുഹമ്മദ്. പിന്നെ നമുക്കത് മനസ്സിലാകാത്ത എന്തുകൊണ്ടാണ്? നമുക്ക് അറിവില്ല. നമ്മളിപ്പോൾ ചിന്തിക്കാണ്, നബി ജനിച്ചത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തിനാണ് ഇസ്രയുടെ കൊട്ടാരമൊക്കെ തകർന്ന് വീഴുന്നത്? പാർലമെന്റ് എന്ത്? പിന്നെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ പിന്നീട് പറയുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മളങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ഗൗരവമായ കാരണം നമുക്ക് നബിയുടെ സ്ഥാനത്തെ പറ്റി അറിയൂല. മുഹമ്മദ് എന്ന മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യമാണ്. മുഹമ്മദ്, ഈ മനുഷ്യന്റെ പേര് തന്നെ സത്യത്തിൽ വെക്കാൻ പാടില്ലല്ലോ. മുഹമ്മദ് എന്ന് പേര് വെക്കാൻ പാടുണ്ടോ മനുഷ്യന്? എങ്ങനെയുടെ കുട്ടി മനുഷ്യന് മുഹമ്മദ് എന്ന് പേര് വെക്കുക? ഖുർആന്റെ എന്താ മുഹമ്മദ് പറഞ്ഞാൽ? ഹംദ് ലഭിക്കപ്പെടേണ്ടവൻ നല്ലടാ അർത്ഥം. ഹംദ് എന്നത് അള്ളാഹുൽ മുൻഹസിറ എന്ന് പറഞ്ഞാലല്ല ഖുർആൻ തുടങ്ങിയത്. പിന്നെ എങ്ങനെയുടെ മനുഷ്യന് മുഹമ്മദ് എന്ന് പേര് വെക്കുക? ഇപ്പോഴത്തെ മുഹമ്മദ് അല്ല, അന്നത്തെ മുഹമ്മദിന്റെ താബിയാണ്. ഒറ്റ മുഹമ്മദാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഹംദ് ലഭിക്കപ്പെടേണ്ടവൻ എന്നല്ലേ അർത്ഥം? അല്ലേ? അതിന്റെ അർത്ഥം അതല്ലേ? ഒന്ന് പറയും മനുഷ്യന്മാരെ. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഹംദ് ലഭിക്കപ്പെടേണ്ടവൻ എന്നല്ലേ അർത്ഥം? ഹംദിനെ പറ്റി അള്ളാഹു ഖുർആനിൽ ആദ്യം പറഞ്ഞത്, ഖുർആന്റെ ആദ്യ വാചകം ഹംദ് അള്ളാഹുവിന് മാത്രമാണ് എന്നല്ലേ? പിന്നെ എങ്ങനെ മനുഷ്യനങ്ങനെ പേര് വെക്കുക? അൽഹംദുലില്ലാ. എന്താ അതിന്റെ അർത്ഥം? ഹംദ് അള്ളാഹുവിന് മാത്രമാണ്. അതല്ലടാ അതിന്റെ അർത്ഥം? അൽഹംദുലില്ലാ, ഹംദ് അള്ളാഹുവിനാണ്. അതല്ലടാ അതിന്റെ അർത്ഥം? അതല്ല കുട്ടി അതിന്റെ അർത്ഥം? ചിന്തിക്ക്. പിന്നെ എങ്ങനെ ഒരു മനുഷ്യന്റെ പേര് മുഹമ്മദ് എന്ന് അള്ളാഹു പേര് വെക്കുക? ഈ മനുഷ്യനെ അള്ളാഹ് പേര് വെച്ചാണല്ലോ. അബ്ദുൽ മുത്തലിബ് അല്ല പേര് വെച്ചത്. അബ്ദുൽ മുത്തലിബിന് ഇഷാറത്ത് കിട്ടിയതുകൊണ്ടാ. ഏതുപോലെ സംസം കിണർ കുഴിക്കാൻ ഇഷാറത്ത് കിട്ടിയതുപോലെ മുഹമ്മദ് എന്ന് പേര് വെച്ചത് ആരെന്നെയാ? അള്ളാഹ് ആയതുകൊണ്ടല്ലടാ കുട്ടി. 114 സൂറത്തിൽ ഒരു സൂറത്ത് മുഹമ്മദ് എന്ന പേരിലാണല്ലോ. അതല്ലാതെ അഫ്സലിയ കലാമല്ലേ? അബ്ദുൽ മുത്തലിബ് ഈ പേര് വെച്ചിട്ടാണോ അവിടെ ആ പേരുണ്ടായത്? പ്രപഞ്ചത്തെ പടക്കുന്നതിന് മുമ്പ് ഉള്ള അള്ളാഹുവിന്റെ അസലിയായ കലാമിൽ ഒരു അധ്യായത്തിന്റെ പേരാണ് എന്ത്? മുഹമ്മദ്. അതിവിടെ പിന്നീട് വരുന്ന ലോകം കണ്ട ഒരു മനുഷ്യന്റെ നാമാണ് മുഹമ്മദ്. അപ്പോൾ മുഹമ്മദ് എന്ന പേര് വെച്ചാൽ ആരെന്നെയാണത്? അള്ളാഹു തന്നെയാണ്.
അള്ളാഹു എങ്ങനെ കുട്ടി മുഹമ്മദിന് പേര് വെക്കും? അള്ളാഹു തആല ഒന്നാം ദിവസം തന്നെ അഡ്വാൻസ് ജാമ്യം എടുത്തിട്ടില്ലേ? ഹംദാർക്കും കിട്ടൂല, എനിക്ക് ഒറ്റക്കാണ്. അൽഹംദുലില്ലാ. ഹംദ് എന്ന ക്രിയാധാതുവിൽ നിന്നല്ലേ കുട്ടി മുഹമ്മദ് ഉണ്ടായത്? ഹംദ് അള്ളാഹുവിന് മാത്രാന്നുണ്ട്, പിന്നെ എങ്ങനെ മുഹമ്മദ് ഉണ്ടാവുക? മുമ്പേ ഗമിക്കുന്ന ഗോവുടന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. അങ്ങനെ നടക്കരുത്, ബുദ്ധി കൊണ്ടാലോചിക്കണം. ഇത് ഞാൻ വെറുതെ പറയല്ല, ഞാൻ പറയുന്ന ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്, അത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ഈ പറയുന്ന ഖുർആൻ എനിക്കേ കിട്ടുന്നൊന്നും എനിക്ക് പറയുന്നില്ല. പക്ഷേ ഇവിടെ അള്ളാഹുവിൻ്റെ ഹക്കായ ദീനിൽ നിന്ന്, ഹക്കായ സിറാത്തിൽ നിന്ന് അകന്നു പോയ ആളുകൾക്ക് ഈ വ്യാഖ്യാനം കയറൂല, അവർക്കത് കയറൂല. അവരെ പുസ്തകങ്ങളിലും പരിഭാഷകളിലും അത് കണ്ടെത്താൻ അവർക്ക് കഴിയൂല. എന്തുകൊണ്ട്? അത് ഉറവയാണ്, അത് വെറുതെ ഞാൻ പറയുന്ന സംഗതിയുമല്ല. എങ്ങനെ ഒരു മനുഷ്യന് മുഹമ്മദ് എന്ന് പേര് വെക്കാം? അപ്പോൾ ഈ മനുഷ്യൻ സാധാരണത്തെ ഒന്നാം ദിവസം തന്നെ പൊളിച്ചിട്ടില്ലേ? മുഹമ്മദ് സാധാരണത്തെ പൊളിച്ചിട്ടല്ലേ മുഹമ്മദ് ഉണ്ടാവുള്ളൂ. കാരണം ഹംദ് ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞിട്ടല്ലേ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ അഫ്സലിയായ കലാം ആരംഭിച്ചാൽ പിന്നെ എങ്ങനെ മുഹമ്മദ് ഉണ്ടാവും? അപ്പോൾ ഒരു കാര്യമല്ലേ മനസ്സിലാവുന്നത്, അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഹംദ് ലഭിക്കാൻ അർഹനായ ഒരൊറ്റ സൃഷ്ടിയുള്ളൂ, അതാണ് ആ മനുഷ്യൻ. ഈ ലോകത്ത് ഒരു വ്യക്തിക്ക് അള്ളാഹു മുഹമ്മദ് എന്ന് പേര് വെച്ചിട്ടില്ല, അള്ളാഹു വെച്ചിട്ടില്ല. ഇന്ന് മുഹമ്മദ് എന്ന് പേരില്ലേ, അത് ആ മുഹമ്മദിനെ കരുതി വെച്ചാണ്. അപ്പോൾ ആ മനുഷ്യനെ നമുക്ക് തിരിയൂല ജനങ്ങളെ. ഭൂമിയേക്കാൾ 3 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ, ആ സൂര്യനേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി വലിപ്പമുള്ള മറ്റു മഹാഗോളങ്ങൾ, ഇതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചത്. അതിനൊന്നും മുഹമ്മദ് എന്ന് പേര് വെച്ചിട്ടില്ല. അതൊന്നും ഹംദുമായി ബന്ധപ്പെട്ട സൃഷ്ടി അല്ല. അതിന് ഹാമിദാകാനേ പറ്റുള്ളൂ, മുഹമ്മദ് ആവാൻ പറ്റൂല. എന്നാൽ മുഹമ്മദ് ഹാമിദുമാണ്, മുഹമ്മദുമാണ്. ഹാമിദാകൽ എപ്പോഴാണ്? അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ. സ്തുതി ഏറ്റുവാങ്ങുമ്പോഴാണ് മുഹമ്മദ് ആവുക. സ്തുതി ഏറ്റുവാങ്ങുമ്പോഴാണ് ആരാവുക? മുഹമ്മദ് ആവുക. സ്തുതി ഏറ്റുവാങ്ങുന്ന പണി ആർക്കാണ്? അള്ളാഹ്ക്കല്ലേ കുട്ടി. സ്തുതി ഏറ്റുവാങ്ങുന്ന പണി ആർക്കാണ്? അള്ളാഹ്. അതിവിടെ സൃഷ്ടി അള്ളാഹ് ഏൽപ്പിച്ചില്ലേ? മുഹമ്മദ് സ്തുതി ഏറ്റുവാങ്ങുന്ന ആൾ, സ്തുതിക്കപ്പെടേണ്ട ആൾ. സ്തുതിയോ അള്ളാഹുവിൽ മാത്രം എന്ന് പറഞ്ഞല്ലേ അള്ളാഹുന്റെ അസലിയായ കലാം തുടങ്ങിയത്. ഇത് എന്താ അങ്ങനെ പറയുന്നറിയോ? മനുഷ്യന്മാരെ, ഈ അള്ളാഹിന്റെ സൃഷ്ടിയെ നമുക്ക് മനസ്സിലാവൂല. അതെന്താ അങ്ങനെ, അതെന്താ അങ്ങനെ എന്നത്. അള്ളാഹു ആരാണ്? അള്ളാഹു ഏകാധിപതിയാണ്. ഒരു സൃഷ്ടിയെ എങ്ങനെ സംവിധാനിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹു ആണ്. അവന് അതുകൊണ്ടല്ലേ അവന് ഏകാധിപതിയായത്. നമ്മൾ പറഞ്ഞു കൊടുത്താണ് അവൻ ചെയ്യുക. അവൻ ചെയ്യുന്നത് നമ്മൾ അംഗീകരിക്കല്ലേ വേണ്ട. ഹംദ് ഏറ്റുവാങ്ങാൻ അർഹതയുള്ള ആൾ എന്ന് പേര് ഈ മനുഷ്യന് കൊടുത്തത് ആരാണ്? അള്ളാഹു അല്ലേ. ഹംദോ അൽഹംദുലില്ലാ, ഹംദാർക്കാണ് താനും? അള്ളാഹുവിനാണ് താനും. പിന്നെ എങ്ങനെ ഒരു മനുഷ്യൻ മുഹമ്മദ് ആവുക? അപ്പോൾ മുഹമ്മദ് സാധാരണ മനുഷ്യൻ തന്നെയല്ല, സൃഷ്ടിയല്ല. ആകാശം ഹാമിദാണ്, മുഹമ്മദല്ല. ഭൂമി ഹാമിദാണ്, മുഹമ്മദല്ല. ജിബ്രീൽ ഹാമിദാണ്, മുഹമ്മദല്ല. ഹാമിദ് എന്നാൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന വ്യക്തികളും വസ്തുക്കളും, ഇതൊക്കെ ഹാമിദാണ്. തുസബ്ബിഹു ലഹു സ്സമാവാതു സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. അള്ളാഹുവിനെ സ്തുതിക്കാത്ത ഒന്നുമില്ല, എല്ലാം അള്ളാഹിനെ സ്തുതിക്കും. അപ്പോൾ എല്ലാം ഹാമിദാണ്. ആരല്ല? ആകാശമല്ല, ഭൂമിയല്ല, നക്ഷത്രമല്ല, ഒന്നുമല്ല. ജിബ്രീലല്ല, ജിബ്രീൽ മുഹമ്മദല്ല, ഹാമിദാണ്. നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ജിബ്രീൽ മുഹമ്മദല്ല, ജിബ്രീൽ ഹാമിദാണ്. എന്നാൽ മുഹമ്മദോ ഹാമിദുമാണ്, മുഹമ്മദുമാണ്. ഈ ലോകത്തെ എല്ലാ സൃഷ്ടിയും ഹാമിദാണ്, മുഹമ്മദല്ല. എന്നാൽ മുഹമ്മദ് ഹാമിദുമാണ്, മുഹമ്മദാണ്. മുഹമ്മദ് എന്ന് പേര് വെച്ച കുറെ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഒരൊറ്റാളും മുഹമ്മദല്ല, ഹമീദാണ്. കാരണം ആ ആൾക്കൊന്നും മുഹമ്മദ് അള്ളാഹ് വിളിച്ചിട്ടില്ല. നമുക്ക് അങ്ങനത്തെ പേരുമില്ല. ദുനിയാവിലെ കുരുത്തങ്ങളൊക്കെ കാട്ടി നടക്കുന്ന ഒരാളെ പ്രശംസിക്കാൻ പറ്റുമോ? അവന്റെ പേര് മുഹമ്മദ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന മുഹമ്മദ് മുഹമ്മദല്ല, അത് താബിഉൽ ഇസ്മി മുഹമ്മദാണ്. വഹുവ മുഹമ്മദുൻ വാഹിദുൻ ഫിൽ അസലി ഇലൽ അബദ്. പണ്ട് മുതൽ ഖിയാമത്ത് നാൾ വരെ ഒരു മുഹമ്മദേ ഉള്ളൂ. ബാക്കി മുഹമ്മദ് എന്ന നാമത്തിന്റെ താബിയാണ്, മുഹമ്മദല്ല. എല്ലാത്തിലുണ്ട് അല്ലാഹു മുഹമ്മദും, ഇല്ലാത്തൊന്നുമില്ല. എല്ലാത്തിലുണ്ട്, എല്ലാം. ഒരു സ്രഷ്ടാവ്, ഒരു സൃഷ്ടി. ബാക്കിയുള്ള സൃഷ്ടികളോ ഈ സൃഷ്ടിക്ക് വേണ്ടിയാണ്.
ഈ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ ഹമീദ്, ആ സൃഷ്ടിയാണ് അള്ളാഹിൻ്റെ മെഹബൂബ് മുഹമ്മദ്. ഈ സൃഷ്ടി എന്ന് അള്ളാഹു എത്ര ആളാണ്. ഖുർആൻ മുഴുവനും എത്ര എത്ര നബിമാരെ പേര് പറഞ്ഞു. യാ ആദം, യാ ആദം, യാ ആദം ഉസ്കുൻ അൻത വസൗജുക പറഞ്ഞില്ലേ? ആദം, ആദമേ, ഇബ്രാഹിമേ എന്ന് പറഞ്ഞില്ലേ? അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽജബീൻ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, യാ ആദമു, ആദമേ, യാ യഹ്യ, യഹ്യ ഒക്കെ പറഞ്ഞല്ലേ? യാ യൂസുഫ്, യൂസുഫേ. എന്നാൽ യാ മുഹമ്മദ് എന്നൊരു വാക്ക് ഖുർആനിലില്ല. യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂൽ. ഖുർആൻ ആകെ തപ്പി നോക്കിയാൽ യാ മുഹമ്മദ് എന്നൊരു വാക്കില്ല. ഇഷ്ടപ്പെട്ട മോനെ ഒരിക്കലും ബാപ്പ പേര് വിളിക്കൂല എന്നതുപോലെ ഉദാഹരണമാണ്. അല്ല ബാപ്പയും അടിമയും തമ്മിൽ, അള്ളയും അടിമയും തമ്മിൽ ബാപ്പയും മകൻ എന്നുള്ള ബന്ധം അല്ലാതെ അർത്ഥം. ഒരു ഇഷ്ടമാണ് കൂടിക്കഴിഞ്ഞാൽ എന്തോ അറിയില്ല. യാ അയ്യുഹർ റസൂൽ, യാ ഇബ്രാഹിം എന്നുണ്ട്, യാ ആദം എന്നുണ്ട്, യാ യൂസുഫ് എന്നുണ്ട്, യാ യഹ്യ എന്നുണ്ട്. എല്ലാ നബിമാരും പേര് വിളിച്ചു. അള്ളാഹ്ക്കൊരു സൃഷ്ടിയുള്ളൂ, അത് മുഹമ്മദാണ്. മുഹമ്മദ് എന്നത് സൃഷ്ടിന്റെ സ്വഭാവമല്ല, സ്രഷ്ടാവിന്റെ സ്വഭാവമാണ്. ഹംദ് ഏറ്റുവാങ്ങേണ്ടവൻ സൃഷ്ടിയല്ല, സ്രഷ്ടാവാണ്. യാ മുഹമ്മദ് എന്നില്ല ഖുർആൻ. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذنിഹി വസിറാജൻ മുനീറാ. അല്ലാഹ്, സിറാജിനെ പറ്റി ഇപ്പുറത്തുണ്ട് വേറെ സിറാജ്. പക്ഷെ ആ സിറാജ് മുനീർ എന്ന നിലക്കല്ല. എന്തുകൊണ്ട്? ഇനാറത്തില്ലാതെയോ, നൂറ് കിട്ടാത്ത സന്ദർഭമുണ്ട്. ഇപ്പൊ സൂര്യൻ ഇപ്പോൾ നമുക്ക് മുനീറാണ്, രാത്രി നമുക്ക് മുനീറല്ല. സിറാജ് എന്ന വിളക്ക്. ഖുർആനിൽ സിറാജ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആരെ? സൂര്യനെ. പക്ഷെ അത് നമുക്ക് അതിന്റെ നൂറ് കിട്ടുന്ന നേരമുണ്ട്, കിട്ടാത്ത നേരമുണ്ട്. മുഹമ്മദ് മുനീറാണ്, രാവും പകലുമില്ല, എപ്പോഴും മുനീറാണ്. അതിന്റെ ആവൂല്ല, അതിന് പകലുമില്ല. എന്റെ സൂര്യനെ പറ്റി പറഞ്ഞത് കത്തിജ്വലിക്കുന്ന ഒരു സൂലകോളം, കത്തിജ്വലിക്കുന്നത്. ജ്വലൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇത് മുഹ്ലിക്കാണ്, നശിപ്പിക്കും. മുഹമ്മദ് സിറാജും വഹാജല്ല, സിറാജും മുനീറാണ്, ഉപകാരിയാണ്. മറ്റത് 15 കോടി കിലോമീറ്റർ ദൂരമായിട്ട് പോലും നമുക്ക് പ്രയാസമുണ്ട്. ഈ ലോകം ഖിയാമത്ത് നാൾ വരെ തലകുത്തി മറിഞ്ഞാലും മുഹമ്മദ് എന്ന മനുഷ്യന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് അള്ളാഹു വെളിപ്പെടുത്തിയിട്ടില്ല. അതാണ് കാരണം. വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയി കണ്ടെത്താൻ കഴിയില്ല. അത് അള്ളാഹിന്റെ രഹസ്യമാണ്. സിർറുൽ വുജൂദ്. മുഹമ്മദ് എന്ന മനുഷ്യന് ആയിരക്കണക്കിന് വർണ്ണനാമങ്ങളുണ്ട്, മനോഹര നാമങ്ങൾ. അതിൽപ്പെട്ട ഒരു നാമമാണ് സിർറുൽ വുജൂദ്, ഉണ്മയുടെ രഹസ്യം. സിർറുൽ വുജൂദ് റസൂലുള്ളാഹിന്റെ പേരാണ്. എന്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ സിർറുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി എന്നാണ്. ഉണ്മയുടെ രഹസ്യം. ഈ ലോകത്തിന്റെ വുജൂദ്, ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ രഹസ്യമാണ് ആര്? മുഹമ്മദ്. മുഹമ്മദ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഔദഅതു ഫീകി നുത്ഫതി ഫസമ്മൈതുഹു മുഹമ്മദ. പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെട്ട് വലത്തെ അടിവയറിന്റെ ഭാഗത്ത് കൈവച്ച് പറഞ്ഞാൽ ആൺകുട്ടിയായി ജനിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഔദഅതു ഫീകി നുത്ഫതി, എൻ്റെ ബീജം ഞാൻ നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഫസമ്മൈതുഹു മുഹമ്മദ, ഇത് മനുഷ്യനായി വരുമ്പോൾ ഞാൻ അതിന് മുഹമ്മദ് എന്ന് പേര് വിളിക്കും. ആ കുട്ടി ആരായിത്തീരും? ആണായിത്തീരും. മുഹമ്മദ് എന്ന് പറഞ്ഞൊക്കെ ബർക്കത്തുണ്ടാവും. മുഹമ്മദ് എന്നത് ഒരു സുപ്രയിലുണ്ടെങ്കിൽ ആ സുപ്രയിൽ ബർക്കത്തുണ്ടാവുന്നതാണ്. മുഹമ്മദ് എന്നൊരു ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടുകാരമേൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിറങ്ങുന്നതാണ് മുഹമ്മദ്. ആ മുഹമ്മദ് ഞാരായാലും വേണ്ടില്ല. അവൻ പിന്നെ കാരാക്കൂസായി, ഓനാ നാട്ടിലെ മോശപ്പെട്ട ആളായി. ആര്? എന്നാലും അവൻ്റെ പേരെന്താണ്? മുഹമ്മദാണ്. അത് അള്ളാഹിന്റെ രഹസ്യമായ പേരാണത് മുഹമ്മദ്. വേറെ ഒന്നും അതുപോലെയല്ല, വല്ലാത്ത പേരാണ്. ഈ മനുഷ്യനെ പഠിക്കാൻ പോയവരെല്ലാം പരിഭ്രാന്തരായി തിരിച്ചു പോകുന്നു. ഈ മനുഷ്യന്റെ ഉൾപ്പൊരുൾ പഠിക്കാൻ പോയവരെല്ലാം പരിഭ്രാന്തരായി തിരിച്ചു പോകുന്നു. മുഹമ്മദ് എന്ന മനുഷ്യൻ അറിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റസൂലുള്ളാഹിന്റെ പേരാണത്. റഊഫ് ഏറെ കൃപയുള്ളവൻ, റഹീം ഏറെ റഹ്മത്തുള്ളവൻ. അള്ളാഹിന്റെ പേരാണത്. അള്ളാഹിന്റെ പേര് റസൂലുള്ളാഹി കൊടുക്കാണ്. റഹീം അള്ളാഹിന്റെ പേരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹീം ആരെ പേരാ? അള്ളാഹിന്റെ പേര്. ആയത്തിൽ അതേ പേര് ആർക്ക് കൊടുത്തിട്ടുണ്ട്? റസൂലുള്ളാഹി കൊടുത്തിട്ടുണ്ട്. അള്ളാഹിന്റെ പേര് റസൂലുള്ളാഹി കൊടുക്കാണ്. നമ്മൾ അബ്ദുറഹീമാണ്. നമ്മളെ റഹീമേ റഹീമേന്ന് വിളിക്കുള്ളൂ. നമ്മളാരാ? അബ്ദുറഹീം. ഇത് റസൂലുള്ളാഹി ആരെന്നെ? റഹീം. ആര് വിളിച്ച്? അള്ളാഹ് വിളിച്ച്. അബ്ദുറഹീം അല്ല.
ഇജ് ഞാൻ അബ്ദുറഹീമാണ്, റസൂലുള്ളയോ റഹീമാണ്. ലഖദ് ജാഅക്കും നിങ്ങൾക്ക് വന്നിരിക്കുന്നു റസൂലുൻ ഒരു മഹാനായ റസൂൽ, അസീസുൻ അലൈഹി മാ അനിതും നിങ്ങൾ പ്രയാസപ്പെടുക എന്നത് ആ മനുഷ്യനും അസഹനീയമാണ്. ഹരീസുൻ അലൈക്കും നിങ്ങൾക്ക് നേട്ടം ലഭിക്കൽ ആ മനുഷ്യന് വലിയ അത്യാഗ്രഹമാണ്. ബിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളോട് റഊഫുൻ ആ മനുഷ്യൻ വലിയ കൃപയുള്ളവനാണ്. റഹീമുൻ വല്ലാത്ത റഹീമാണ്, വല്ലാത്ത കരുണയുള്ളവനാണ് മുഹമ്മദ്. ഈ ആയത്ത് ഖുർആന്റെ സിറാണ്. ഈ ആയത്ത് ഖുർആന്റെ രഹസ്യമാണ്. ഈ ആയത്ത് തന്നെ ഖുർആന്റെ രഹസ്യമാണ്. ഈ ആയത്ത് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തീ കത്തിപ്പിടിച്ചാൽ തീ കെടുത്തുന്നവർ ഈ ആയത്ത് തീർത്തുണ്ട്. തീ കത്തിപ്പിടിച്ചു രക്ഷാപ്രവർത്തനം നടത്തുന്നവരെല്ലാം ഈ ആയത്ത് കാണുന്ന രക്ഷാപ്രവർത്തനം എളുപ്പവും. റഹ്മത്തിന് മലക്കലുണ്ടാവും. ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടു, റൂട്ടി കണ്ടിച്ചാടി, ഒരു പെണ്ണിനെ ഓപ്പറേഷനിൽ കയറ്റി, തിയേറ്ററിന് മുന്നിൽ നിൽക്കുകയാണ്. എന്താ ഓതേണ്ടത്? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫ്. ഡോക്ടർ വന്ന് പറഞ്ഞു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഒരു പേടി മേടിക്കണ്ട, ഇത് ചോദ്യം മതി. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഒരു കപ്പൽ മുങ്ങാൻ പോവാണ്, ഒരു തീ അപകടത്തിൽ ആളുകൾ പെടാൻ പോവാണ്. ഇപ്പോഴൊക്കെ നടന്നത് ഈ ആയത്താണ്. പരിഹാരം ഉണ്ടാവും. ഭയങ്കര രഹസ്യമാണ് ഈ ആയത്ത്. അവിടെ നേരിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചിട്ടുണ്ട്. എന്ത്? ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഏറെ റഊഫാണ്, ഏറെ റഹീമാണ്. റഹീം എന്നത് മനുഷ്യൻ്റെ പറയാൻ പാടില്ല. മനുഷ്യൻ എന്തേ ആവുള്ളൂ? അബ്ദുറഹീമേ ആവുള്ളൂ. ഇത് നേരിട്ട് അള്ളന്നെ പറഞ്ഞു ഈ മനുഷ്യൻ ആരാണ്? റഹീമാണ്. അത് പൊരുളാണ്, ഉൾപ്പൊരുളാണ്. തിരിയില്ല. നേരത്തെ ഒരു വരി കഴിഞ്ഞുവല്ലോ, ഈ മനുഷ്യനെ ലൗനാസബത്ത് ഖദ്റഹു ആയാതുഹു ഉളമ അഹ്യസ്മുഹു ഹീന യുദ്ആ ദാരിസ റിമമി. ഈ മനുഷ്യൻ്റെ ഒരു മുഅ്സത്ത്, ഒരു സാധാരണ മുഅ്സത്ത് എങ്ങനെ ഈ മനുഷ്യനെ അനുസരിച്ച് കിട്ടിയിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഒരു മനുഷ്യൻ്റെ അടുക്കൽ ഒരു മരിച്ചുപോയ മയ്യത്ത്, മറവ് ചെയ്യാൻ മയ്യത്തിൻ്റെ ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ മുഹമ്മദ് എന്ന് ഉച്ചരിക്കാൻ പാടില്ലാതിരിക്കും. കാരണം മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആ ദ്രവിച്ചു പോയ എല്ലുകൾ ഹയാത്തായിട്ട് എന്ത് പറയും? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ ആളാണ് മുഹമ്മദ്. മുഹമ്മദ് നബി ഭൂമിയിൽ നുബുവത്ത് കിട്ടിയാൽ പിന്നെ ഒരാൾ നബിയാകാൻ പാടില്ല. ഇന്ന് ദുനിയാവിലെ നബി ജീവിച്ചിരിപ്പുണ്ട് നോക്കാൻ മരിക്കാതെ. ഉദാഹരണം ആരെ പോലെ? ഖദറിനെ പോലെ. ഖദർ നബിയാണെങ്കിലും ആരല്ല? ഇപ്പൊ നബിയല്ല. ഖദർ എന്നൊരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ഉണ്ട്, പക്ഷെ ആരല്ല? നബിയല്ല. കആലിമി മിൻ ഉമ്മത്തി മുഹമ്മദ് യഅലമു സിർറൽ അസ്റാരി. രഹസ്യങ്ങളെ രഹസ്യം അറിയുന്ന ഒരു പണ്ഡിതൻ, അത് മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഖദർ. അത്രയേ ഉള്ളൂ, നബിയല്ല. കാരണം മുഹമ്മദ് എന്ന മനുഷ്യൻ ഭൂമിയിൽ അല്ലാഹു തആല നുബുവത്ത് കൊടുത്താൽ പിന്നെ ഒരാൾക്ക് നബിയാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഇറങ്ങി വരുന്ന ഒരാളുണ്ട്. ആര്? സയ്യിദുനാ ഈസ. ഈ ആള് അന്നും മരിച്ചവർ ജീവിപ്പിക്കും, ഇന്നും മരിച്ചവർ ജീവിപ്പിക്കും. ആരല്ല? നബിയല്ല. ഇയാൾ നാലാം കട ആളാ സയ്യിദുനാ ഈസ. 1 മുഹമ്മദ്, 2 ഇബ്രാഹിം, 3 മൂസ, 4 ഈസ. 4-ാം നമ്പർ ആളാണ് ആര്? ഈസ. എന്നിട്ട് മരിച്ചവരെ എത്ര എണ്ണ ജീവിപ്പിച്ച്? അപ്പോൾ അതൊന്നല്ല വിഷയം. അതൊന്നും മുഹമ്മദ് നബി കാണിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു പണിയേ അല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന ആയത്ത് ഓതുമ്പോൾ ദുആക്കാറുണ്ടായിരുന്നു. അത്രേ. പടച്ചോനെ, അഗ്നികുണ്ഡത്തിൽ കയറിയിട്ട് ഒരു പോറൽ പോലും സംഭവിക്കാതെ തിരിച്ചു വന്നല്ലോ ആര്? ഇബ്രാഹിം. ഇത് ഞങ്ങളെ നബിയിൽ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് ഈ കഴിവുണ്ടാവണം. അപ്പോൾ അതിന്റെ മേലെയാണ് ഞങ്ങളെ നബി ഞങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ പിൽക്കാലത്തെ ഞങ്ങൾക്കും. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ അംബിയായിലെ ഖാലു ഹരിഖുഹു വൻസുറു ആലിഹതക്കും ഇൻ കുൻതും ഫാഇലീൻ ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അഗ്നികുണ്ഡം രക്ഷയായി മാറി, തണുപ്പായി മാറി. ആർക്ക്? ഇബ്രാഹിമിന് എന്ന ആയത്തോതുമ്പോഴെല്ലാം ദുആ ചെയ്തിരുന്നത്രേ, അല്ലാഹുമ്മ ലാ തുമിത്നി ഹത്താ അറാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫുഇല ബിഹി കമാ ഫുഇല ബി ഇബ്രാഹിം ഖലീലാ. അല്ലാഹുവേ, ലാ തുമിത്നി, എന്നെ നീ മരിപ്പിക്കരുത്, ഹത്താ അറാ, ഞാൻ കാണുന്നതുവരെ, മിൻ ഉമ്മത്തി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ സമുദായത്തിൽപ്പെട്ട മൻ, ഒരാളെ, ഫുഇല ബിഹി, അയാളെ ചെയ്യപ്പെട്ടു, കമാ ഫുഇല ബി ഇബ്രാഹിമ, ഇബ്രാഹിമിനെ ചെയ്യപ്പെട്ടതുപോലെ ചെയ്യപ്പെട്ട ഒരാൾ. എന്നിട്ട് ഇബ്രാഹിം നബി രക്ഷപ്പെട്ടതുപോലെ ഒരു പോറൽ മേൽക്കാതെ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെ എന്റെ കണ്ണിന് ഞാനത് കാണിക്കണം, അല്ലാതെ നീ എന്നെ മരിപ്പിക്കരുത് എന്ന് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യമാമ യുദ്ധമുണ്ടായി. യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹിയോട് പടവെട്ടി. അന്ന് മുസ്ലിമീങ്ങളെ അനവധി സ്വഹാബികളെ കൊലപ്പെടുത്തി. വമ്പൻ യുദ്ധമാണ് നടന്നത്. 600ഓളം ഹാഫിളീങ്ങളെ തന്നെ കൊന്നിട്ടുണ്ട്. ആര്? മുസൈലിമ ലഅനത്തുല്ലാഹി അലൈഹി. ആ യുദ്ധത്തിൽ എന്തുണ്ടായി എന്നറിയോ? പിടിച്ചുകൊണ്ടുവന്നവരെ അഗ്നികുണ്ഡത്തിലിടുക അല്ലെങ്കിൽ മുർത്തദ്ദാക്കുക, അതൊക്കെ ആയിരുന്നു അവസാനത്തെ അവരുടെ തീരുമാനം.
അങ്ങനെ എന്ത് ചെയ്തു? അബു മുസ്ലിമിൽ ഖവലാനി എന്നൊരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയെ പിടിച്ചു. അബു മുസ്ലിമിൽ ഖവലാനി, ഈ സംഭവം സ്വഹീഹാണെന്ന് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബു മുസ്ലിമിൽ ഖവലാനി എന്ന സ്വഹാബിയെ മുസൈലിമത്തുൽ കദ്ദാബ് പിടികൂടി. എന്നിട്ട് പിടികൂടിയിട്ട് എന്ത് ചെയ്ത്? പിടികൂടി തീക്കുണ്ടത്തിൽ എറിയുന്നതാണ്. ഇല്ലെങ്കിൽ മുഹമ്മദിനെ ഒഴിവാക്കിയിട്ട് എന്നെ സ്വീകരിച്ചോ എന്നാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ എന്നെ സ്വീകരിക്കൂല, ഞാൻ റസൂലുള്ളാഹിനെ സ്വീകരിക്കുള്ളൂ. തീക്കുണ്ടത്തിൽ എറിയുന്നതാണ്. എറിഞ്ഞോ ഒന്നും സംഭവിക്കൂല. അപ്പോൾ ഇലന്നാരി, വലിയ അഗ്നികുണ്ഡമുണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്ത്? അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു. ഇനി ഇബ്നു തൈമിയ്യയുടെ കിതാബാ ഞാൻ ചോദിക്കുന്നത്. പിന്നെ മുസൈലിമയുടെ പട്ടാളം കാണുന്നത് ആ മനുഷ്യൻ ആ അഗ്നികുണ്ഡത്തിൽ നിസ്കരിക്കുന്നതാണ്. ഈ ഒരു സംഭവം നേരിട്ട് കണ്ട് മുസൈലിമയുടെ അനവധി അനുയായികൾ മുസ്ലിമായി തീർന്നു. എങ്ങനെയുണ്ട്? ഉടനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് ഒരു പട്ടാളക്കാരനെ അതിവേഗം പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് മദീനയിലേക്ക്. ഈ കത്ത് കിട്ടിയത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബും സിദ്ദീഖും ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഉടനെ ബഹുമാനപ്പെട്ട ഖലീഫയോട് ശുപാർശ ചെയ്തു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത്രയും പെട്ടെന്ന് ഖലീഫ കൽപ്പന കൊടുക്കുകയും അയാൾ ഇനി യുദ്ധത്തിൽ പങ്കെടുക്കണ്ട, അയാളെ ആദരിക്കണം, നമ്മൾ ആഗ്രഹിച്ച് നടത്തി കഴിഞ്ഞു. ഇബ്രാഹിം നബിക്ക് ഈക്വലായ, ഇബ്രാഹിം നബിയുടെ മുഅ്ജിസത്തിന് ഈക്വലായ, ഇബ്രാഹിം നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തിന് ഈക്വലായ സാധാരണക്കാരനായ സ്വഹാബി സിദ്ദീഖ് ഉമറും ഉസ്മാനും ആരെയും ഒന്നുമല്ല. എന്ത്? ഒരു സാധാരണ സ്വഹാബിക്ക് ഇബ്രാഹിമിന്റെ മുഅ്ജിസത്തിന് ഈക്വലായ കർമ്മം കിട്ടിക്കഴിഞ്ഞു, അയാൾ എന്നെ ആദരിക്കണം. അങ്ങനെ പട്ടാളക്കാരൻ തിരിച്ചുപോയി. സിദ്ദീഖ് കത്ത് കൊടുത്തയച്ചു. എന്താ കത്ത്? ഇനി അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കണ്ട, ഫഅർസിൽഹു, പട്ടാളക്കാരെ കൂട്ടത്തിൽ ആനയിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തെ കൊണ്ട് എത്തിക്കി. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു അൻഹു പട്ടാളക്കാരെ കൂട്ടത്തിലായി ഈ മനുഷ്യനെ മദീനയിലേക്ക് അയച്ചു. മദീനയിലേക്ക് ഈ മനുഷ്യൻ എത്താനായി എന്ന വിവരം കിട്ടിയപ്പോൾ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹുമ അവരെന്ത് ചെയ്തു? മദീന അതിർത്തിയിലേക്ക് വന്നു, അതിർത്തി നിന്ന് സ്വീകരിച്ചു. എന്നിട്ട് മദീന പള്ളിയിൽ കൊണ്ടുപോയി ഖലീഫയുടെ ഇരിക്കുന്ന പീഠത്തിന്റെ തൊട്ടടുത്തിരുത്തി ഈ മനുഷ്യൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഫഅജ്ലസാഹു, അവർ രണ്ടാളുടെയും മധ്യത്തിൽ ഇയാളെ ഇരുത്തി ആദരിച്ചു മദീന പള്ളി. അപ്പോൾ ഇവിടെ ഇബ്രാഹിമിന്റെ മുഅ്ജിസത്തിന് ഈക്വലായി ആരുണ്ടായി? സാധാരണ സ്വഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവ് പ്രദർശിപ്പിച്ചാൽ അത് ഉൾക്കൊള്ളാൻ പ്രകൃതിക്ക് കഴിയൂല. ലോകത്തിന്റെ രഹസ്യ മുഹമ്മദ്. والنار خامدة الأنفاس من أسفه عليه والنهر ساهي العين من سدمه ساوتان والت بحيرتها ورد واردها بالويل حين ظمي والجن تهتف كأن بالنار ما بالماء من بللي حزنا وبالماء ما بالنار من لرمي والجن تهتف والأنوار ساطعة والحق يظهر من معنى ومن كلمه. എന്തൊരു മനുഷ്യനാണ് ഈ മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ. വബാത ഈവാനു കിസ്റ, കിസ്റയുടെ പാർലമെന്റ് മന്ദിരം ആ രാത്രിയിൽ അത് തകർന്ന തെരിപ്പണമായി. കശംലി അസ്ഹാബി കിസ്റ, കിസ്റയുടെ പട്ടാളം പിന്നെ തകർന്നതുപോലെ. ഒയ്റമുൽതഇമിൻ, ഇനി ഒരിക്കലും സംയോജിപ്പിക്കാനാവാത്ത വന്നാറു, അഗ്നിയോ 2000 വർഷം 1 സെക്കൻഡ് അവർ കെടാതെ സൂക്ഷിച്ചു പോയ അഗ്നികുണ്ടകൾ ഉണ്ടായിരുന്നു. സൽമാൻ അൽ ഫാരിസിയുടെ അച്ഛൻ പ്രഭുവ, അദ്ദേഹത്തിന്റെ വീട്ടിൽ വിറക് കയറ്റാൻ മാത്രം 200 ജോലിക്കാരാണ് അവിടുന്ന് ഇറങ്ങിപ്പോണ്ടത്. പിന്നെയാണ് മദീനയിൽ ഫഖീറായത്. പിന്നെ ആരോ ഫഖീറായതിനെ കളിയാപ്പിയപ്പോൾ റസൂലിനെ പിടിച്ച് കൂട്ടിയതാണ്. അന്തമിന്നെ ജിൻ്റെ ആളാണ്. അഹ്ലു ബൈത്തിൽ നിന്നിലേക്ക് പുറത്തുനിന്ന് ഒറ്റ ആളെ കയറ്റിയിട്ടുള്ളൂ, അത് സൽമാനാണ്. കാരണം സൽമാൻ്റെ സാഹചര്യം, സൽമാൻ്റെ ബാപ്പ പേർഷ്യയിലെ പ്രഭുവാണ്. അഗ്നികുണ്ഡം 2000 വർഷം കെടാത്ത അഗ്നികുണ്ഡം, അച്ഛൻ്റെ മുതുമുത്തച്ഛൻ്റെ കാലം മുതലുള്ള അഗ്നികുണ്ഡം. സ്വന്തം വീട്ടിൽ അടിമകളുണ്ട്. എന്തിന്? തീയിലേക്ക് വിറക് കയറ്റാൻ മാത്രം 200 അടിമകളുണ്ട്. അത്രയും വലിയ പ്രഭുവാണ്. ഈ അഗ്നി അംഗീകരിക്കൂല. അയാൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രധാന പൂജാരിയാണ്. ആര്? പ്രഭുവുമാണ്. എന്തുവാണ്? ആ പ്രധാനപ്പെട്ട ഒരു തന്ത്രിയാണ്. ആര്? സൽമാൻ്റെ അച്ഛനെ. അപ്പൊ ഈ താന്ത്രിക വിദ്യകൾ പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടും സൽമാൻ അത് പഠിക്കൂല. ഈ കെട്ടുപോണ അഗ്നിക്ക് ഞാൻ ആരാധിക്കൂല എന്നറിയും.
അവസാനം ഇയാൾക്ക് ദേഷ്യം വന്നു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? ഇറങ്ങിപ്പോന്നു വീട്ടിൽ നിന്ന്. കാരണം ആകെയുള്ള മകൻ ഈ താന്ത്രിക വിദ്യകൾ പഠിക്കണില്ല, മകനതിൻ്റെ ആവശ്യമല്ല. പേർഷ്യയിലെ വൻ പ്രഭുക്കളിൽപ്പെട്ട ഒരു മനുഷ്യനാണ്, എൻ്റെ മകനാണ് പിന്നെ മദീനയിൽ വന്നിട്ട് അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടത്. റസൂലുള്ളാൻ അന്വേഷിച്ചു വന്നാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാൻ അന്വേഷിച്ചു വന്നതാ. അന്ന് സൽമാൻ മദീനയിൽ വരുമ്പോൾ റസൂലുള്ളാഹ് വന്നിട്ടില്ല. പിന്നെ അടിമയായി. ഒരു ജൂതന്റെ ഈത്തപ്പന തോട്ടത്തിൽ നോക്കുന്ന പണിയായി. ഈത്തപ്പനയിൽ കയറും, ഈത്തപ്പന പറിക്കും, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരിക്കൽ ഈത്തപ്പന കെട്ടിക്കൊണ്ടിരിക്കുക, പൂങ്കല കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ 2 ജൂതന്മാർ അടക്കം പറഞ്ഞു, ഇതാ മുഹമ്മദ് എന്നൊരാൾ വരുന്നുണ്ട്, നബി എന്നാണ് പറയുന്നത്, ആളുകളൊക്കെ പിന്നെ ഒരുങ്ങാണ് സ്വീകരിക്കാൻ എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ അറിയാതെ ഊർന്ന് വീണുപോയി. നബി വന്നോ ചോദിച്ചു. അപ്പോൾ യജമാന ദേശം വന്നു, ഷർട്ടിന് അടി കൊടുത്ത്. ആർക്ക്? സൽമാന്. ജീലറുണ്ട് ആവശ്യം എന്താ ചോദിച്ചു. എനക്കെന്താ നബീന്ന് ചോദിച്ചു. ആ സൽമാൻ പിന്നീട് ഒരു സംഘം ആളുകൾ മുസ്ലിം ആകാൻ വേണ്ടി വന്നു. അപ്പോൾ സൽമാൻ ഫഖീറായിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് സൽമാനുള്ള കാരണത്താൽ ഇവർ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇരുന്നില്ല എന്ന് പറഞ്ഞു. യാ മുഹമ്മദു നുരീദുൽ ഇസ്ലാം, മുഹമ്മദെ ഞങ്ങൾക്ക് മുസ്ലിം ആകണമെന്ന് കൊതിയുണ്ട്, പക്ഷേ ഇസ്ലാം എപ്പോൾ വന്നാലും എൻ്റെ അടുത്ത് ഈ ജാതി തെണ്ടികളായ മനുഷ്യന്മാരാണ്, ഞങ്ങൾ ഇവിടുത്തെ പ്രഭുക്കളാണ്, ഞങ്ങൾക്ക് ഇസ്ലാം ആകാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ വയ്യ, നിൻ്റെ അടുത്ത് വന്നാൽ ഈ തെണ്ടികളായ ആളുകളെ കൂടെ ഇരിക്കേണ്ടി വരും, ഞങ്ങൾക്കാവൂല. അവർ പോയി. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു വിഷമം തോന്നിപ്പോയി. എന്ത്? സൽമാൻ ഇപ്പോൾ ഇവിടെ വേണ്ടിയിരുന്നില്ല, അവർ മുസ്ലിം ആകുമായിരുന്നല്ലോ. പിന്നെ അവരെ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നു സാധുക്കളെ മാറ്റം. അവരെണ്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു വിഷമായി. അപ്പോൾ സൽമാൻ മെല്ലെ മദീനയുടെ പള്ളിയുടെ അങ്ങേ മൂലയിൽ പോയി ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം കാരണം ഇസ്ലാമാകാൻ വന്നവർ ഇസ്ലാമാകാതെ തിരിച്ചുപോയല്ലോ എന്ന ദുഃഖത്തിൽ കരയാൻ തുടങ്ങി. അപ്പോഴത്തെ റസൂലുള്ളാഹിക്ക് ജിബ്രീൽ ഇറങ്ങി. ആയത്തിറങ്ങിയിട്ട് ആയത്ത് പറഞ്ഞു കൊടുക്കാൻ നോക്കുമ്പോൾ സൽമാനെ കാണാനില്ല. ആയത്തിറങ്ങിയത് ഏതാണെന്നറിയോ? വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാ വകാന അംറുഹു ഫുർതാ. വസ്ബിർ നഫ്സക മഅല്ലദീന, അല്ലാഹനെ കരുതി വരുന്നവരുടെ കൂടെ ക്ഷമിച്ചിരിക്കുക, പോകുന്നവർ പോയിക്കോട്ടെ. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു, ഹൃദയത്തിന്റെ വാതിൽ കൊട്ടി അടക്കപ്പെട്ടവരുടെ പിന്നാലെ പിന്തുടരണ്ട, അവർ പോയിക്കോട്ടെ. ആയത്ത് പറഞ്ഞ് ഓതി കൊടുക്കാൻ നോക്കുമ്പോൾ സൽമാനെ കാണാനില്ല. ആയത്തിറങ്ങിയ ഉടനെ നബി അവരെ കൊതി കൊടുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാണാനില്ല. അപ്പോൾ എണീറ്റു പള്ളിയിലൂടെ തിരയാൻ തുടങ്ങി. അപ്പോൾ പള്ളിയുടെ ഒരു മൂലയിൽ ഒരു പഴന്തുണിക്കെട്ടിട്ടതുപോലെ ഒരു കമ്പനി കെട്ടിൻ്റെ നടുവിൽ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ആര്? സൽമാൻ. റസൂലുള്ളാഹി സൽമാൻ്റെ അടുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാൻ അങ്ങനെ തൊട്ടു. അപ്പോൾ സൽമാൻ പറഞ്ഞു, നബി ഫഖരി മനഅൽ ഇസ്ലാം, എൻ്റെ ദാരിദ്ര്യം എത്രയോ ആളുകൾക്ക് ഇസ്ലാം നഷ്ടപ്പെടുത്തി, എനിക്കാരുമില്ല, എനിക്കൊന്നുമില്ല, കൂട്ടമില്ല, കുടുംബമില്ല, ബന്ധുവില്ല, അതുകൊണ്ടല്ലേ ഒരു വലിയ സംഘത്തിന് ഇസ്ലാം നഷ്ടപ്പെട്ടത്. റസൂലുള്ളാഹി അങ്ങനെ കൂട്ടിപ്പിടിച്ച്, ആര് പറഞ്ഞു നിനക്കാരുമില്ല, നിനക്ക് ഞാനുണ്ട്, അന്തമിന്നി ഒമിൻ അഹ്ലി ബൈത്തി, എൻ്റെ അഹ്ലി ബൈത്തിൽ ഇന്നു മുതൽ നീ ചേർന്ന് കഴിഞ്ഞു. മുഹമ്മദ് മുസ്തഫ. ലോകത്ത് പുറത്തുനിന്ന് ഒരൊറ്റ ആളെ മാത്രമേ, ബനു ഹാഷിം ബനു മുത്തലിമാണ് അഹ്ലി ബൈത്ത്, എന്നാൽ പുറത്തുനിന്ന് ഒരാളുണ്ട്, ബനു സൽമാൻ, തങ്ങന്മാരുടെ സ്ഥാനമാണ്. ആർക്ക്? സൽമാൻ്റെ ഖബർ ഞാൻ സിയാർത്ത് ചെയ്തു. ഇന്നത് ഷിയാക്കളയ്യ, ഇറാഖിലാണ്. ഞാൻ സിയാർത്ത് ചെയ്തതിന് 2 തവണ സിയാർത്ത് ചെയ്തു. ആ പേർഷ്യയിൽ ഇപ്പോഴും ഉണ്ട് സൽമാൻ്റെ കുടുംബം. അവരെ അഷ്റാഫിൽ ചേർക്കപ്പെടും. അഷ്റാഫ് എന്ന തങ്ങൾ കുടുംബം. ആരല്ല? തങ്ങളല്ല, അഹ്ലു ബൈത്തല്ല. പക്ഷെ എന്തായി? അഹ്ലു ബൈത്തിലേക്ക് കൂട്ടപ്പെട്ടു, ചേർക്കപ്പെട്ടു. കാരണം അത്ര വലിയ സ്ഥാനത്തുള്ള മനുഷ്യനാണ് അള്ളാഹ്ക്ക് വേണ്ടി വന്നത്. വീട്ടിൽ ആയിരക്കണക്കായ കൊല്ലങ്ങളായി അണയാത്ത അഗ്നി ഉണ്ടായിരുന്നു. ആ അഗ്നിയിൽ വിറക് കയറ്റാൻ മാത്രം 200 അടിമകളുണ്ടായിരുന്നു. ആ രാത്രി അവരുടെ അഗ്നി കെട്ടുപോയി. അതാണ് പറഞ്ഞത്. അതിന്റെ ശ്വാസം കെട്ടതായി, മിൻ അസഫി, ദുഃഖത്താൽ. അലൈഹി, കിസ്റയുടെ സാമ്രാജ്യം, കിസ്റയുടെ പാർലമെന്റ് മന്ദിരം തകർന്നു പോയതിലുള്ള ഖേദത്തിൽ, അല്ലെങ്കിൽ കിസ്റയുടെ സമൂഹം തകർന്നു പോകുന്നതിലുള്ള ഖേദത്തിൽ. അലൈഹി, അതിൻ്റെ മേൽ, അതാണ് ആ ഖേദത്തിൽ. അത് കവിയുടെ ഭാവനയാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ആ സംഭവം സംഭവിച്ചു എന്നാണ്. പിന്നെ വന്നഹറു, പുഴയാകട്ടെ, സാഹിൽ ഐൻ, അതിൻ്റെ ഉറവ നിലച്ചുപോയതായി, മിൻ സദമി, ഒഴുകുന്ന പുഴകൾ. പുഴ കൊണ്ട് ഉദ്ദേശം യൂപ്രട്ടീസാണ്. യൂപ്രട്ടീസിന്റെ ഒഴുക്ക് നിലച്ചുപോയി, മിൻ സദമി, ദുഃഖത്താൽ. അതായത് ഇതൊക്കെ പ്രകൃതിവാദികൾ എന്ത് ചെയ്തിരുന്നു? ഈ വസ്തുക്കളെല്ലാം
ആരാധിച്ചത്. സാവ പട്ടണക്കാർക്ക് അന്ന് വലിയ മോശം വാർത്തയാണ് കിട്ടിയത്. എന്താ മോശം വാർത്ത കിട്ടിയത്? പേർഷ്യയിലുള്ള സാവ എന്ന പട്ടണം അറിയപ്പെട്ടത് അവരുടെ ഒരു തടാകത്തിന്റെ പേരിലായിരുന്നു. ഒരുപാട് നാട്ടുകാർ ആ തടാകത്തിലേക്ക് വരും. ആ തടാകം പുണ്യതീർത്ഥമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ആ കാലഘട്ടത്തിൽ ഈ ശിർക്കിന്റെ മണ്ഡപങ്ങളിലെല്ലാം ആരാധന നടത്തണമെങ്കിൽ എന്ത് വേണ്ടിയിരുന്നു? ഈ സാവ തടാകത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ സാഡാ തടാകം പറ്റിപ്പോയിട്ടുണ്ട്. സാവ പേർഷ്യയിലെ സാവ പട്ടണത്തിന് അന്ന് മോശം വാർത്തയായി തീർന്നു. മോശം വാർത്ത കിട്ടി എന്നർത്ഥം. എന്താ കാരണം? ആ സാവ പട്ടണത്തിന്റെ തടാകം അന്ന് വറ്റിപ്പോയി. വെള്ളത്തിന് വേണ്ടി വന്ന പൂജാരിമാരെ തിരിച്ചയക്കപ്പെട്ടു. ദേഷ്യത്തോടു കൂടെ. ദാഹം വന്നപ്പോൾ ചില പൂജാരിമാരുണ്ടായിരുന്നു. ആ പൂജാരിമാര് ആ വെള്ളം എടുക്കുള്ളൂ, അന്ന് കുടിക്കാൻ കഴിയില്ല. കാരണം സാവറ്റിപ്പോയി. ഈ തർക്കിച്ചവർക്കൊക്കെ അത്രേ അറിയുള്ളൂ. ഇതിന്റെ രഹസ്യം അവർക്ക് അറിയില്ല. എന്തുകൊണ്ട് രഹസ്യം ഉണ്ടാവില്ല? ഒരു ജനതയിൽ തർക്കം നടക്കുമ്പോൾ നാഫിയായാലും ഉയർന്നു പോകും. ഉറപ്പ്. ഒരു ജനതയിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉടലെടുത്താൽ ആ ജനതയിൽ നാഫിയായിൽമിനെ ഉയർത്തിപ്പോകും. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا. ഒന്നല്ലേ ചത്ത മത്സ്യത്തെ കൊട്ടയിലിട്ട് പിന്നാലെ പോയത് ആരാണ്? യൂഷാണ്. എന്നിട്ട് ഈ ചത്ത മത്സ്യം കൊട്ടയിൽ നിന്ന് കൊഴിഞ്ഞു ചാടിയിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ യൂഷാന് അങ്ങോട്ട് കഴിഞ്ഞെന്നാണ് മൂസാ നബിയോട് പോലും പറയാൻ മറന്നുപോയി. പിന്നെ പറഞ്ഞു ഭക്ഷണം എടുക്ക്, നമുക്ക് ഭക്ഷണം കഴിക്കാറും പറഞ്ഞു. അല്ലാ, മത്സ്യം എപ്പോഴോ പോയി. ഇതൊന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല, ശൈത്താൻ എന്നെ മറപ്പിച്ചു. ആര്? ഈ യൂഷാണ് എന്ത് ചെയ്തത്? 15 കോടി കിലോമീറ്റർ ദൂരെയുള്ളതും ഭൂമിയേക്കാൾ 3 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനുമായും എന്തിനു നിർത്തിയത്? ഒരു ആസർസ്കാരത്തെ നിർത്തിയത്. അപ്പോൾ മുഹമ്മദ് എന്ന സയ്യിദുൽ ഖൽഖ്, സിറുൽ ഖൽഖിന്റെ രഹസ്യം എന്തായിരിക്കും? അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. എന്റെ വീക്ഷണം മൗലൂദ് ഓതൽ സുന്നത്തല്ല, മൗലൂദ് ഓതൽ വാജിബാണ്. അത് ഇസ്ലാമിന്റെ വാജിബല്ല, ഈമാന്റെ വാജിബാണ്. അത് ഇസ്ലാമിന്റെ നിയമം പറഞ്ഞു കൊടുത്ത് ഈമാന്റെ വാജിബ് കിട്ടൂല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മൗലൂദ് ഓതൽ മുഅ്മിനായ മനുഷ്യന് ഈമാന്റെ വാജിബാണ്, ഈമാന്റെ വാജിബാണ്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി വജുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഖ്തിൽ നാസു ബിൽ ഹുജജി വമരീളൻ أنت زائره قد أتاه الله بالفرج فزمن قد كنت بغيته وسما في فعيد درجي صل رب العالمين على سيد السرجي محمد صلى الله عليه وسلم. നീട്ടുന്നില്ല ഇത് പറഞ്ഞാൽ തീരൂല്ല, പറഞ്ഞാലേ തീരൂല്ല. ഈ മനുഷ്യന്റെ പേരിൽ തന്നെ ഉണ്ട്, ആ മനുഷ്യനെ സ്തുതിച്ചേ പോണം എന്ന് എപ്പോഴും. അപ്പോഴേ മുഹമ്മദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് അർത്ഥം എന്താ? അതിന്റെ അർത്ഥം തിരിച്ചു പറയാം. അല്ലാഹു അല്ലാത്ത ഒരാരാധ്യനും ഇല്ല, എപ്പോഴും സ്തുതിക്കപ്പെടേണ്ട മനുഷ്യനല്ല ആ ആൾ അള്ളാഹുവിന്റെ റസൂലാണെന്നും ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ ഇതിന്റെ കെലിമ വിശ്വസിച്ച് തന്നെ ഉണ്ട് എന്ത്? മൗലൂദ് ഓടണമെന്ന്. അത് ഷുർബ്യാലെ ഈമാൻ ഉണ്ടാവുള്ളൂ, തൊള്ളോട് പറഞ്ഞ പോലെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു കുട്ടികളെ നിങ്ങൾ കാര്യത്തെ ഗൗരവമായി മനസ്സിലാക്കിക്കോളി. ഇത് തർക്കിക്കാൻ വേണ്ടിയല്ല, നമ്മളെ മനസ്സിന്റെ തുമനത്തിന് അള്ളാഹു തൗഫീഖ് തരട്ടെ. അടുത്ത ക്ലാസ്സിൽ അന്ന് അങ്ങനെ പറഞ്ഞാൽ തീരൂല, അതിൽ കുറച്ച് വർത്താനം പറയേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. റബ്ബേ നീ ഞങ്ങൾ ഒന്നാക്കി തരണമേ റബ്ബേ, നീ ഒന്നാക്കി തരണമേ റബ്ബേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഴമുണ്ടാക്കി തരട്ടെ, അതിൻ്റെ ആഴം അള്ളാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ടല്ലാതെ നമ്മൾ രക്ഷപ്പെടില്ല, ഒരാളും രക്ഷപ്പെടില്ല. കുല്ലു അമലിൻ ഫീഹി മഖ്ബൂലുൻ വ മർദൂദുൻ, കുല്ലു അമലിൻ ഫീഹി മഖ്ബൂലുൻ വ മർദൂദുൻ ഇല്ല സ്വലാത്തു അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ബൂലുൻ ഖത്അൻ. ഏത് അമലും, നിസ്കാരാണെങ്കിലും നോമ്പാണെങ്കിലും ഏത് അമലും അതിൽ അള്ളാന്റെ മുന്നിലെത്തിയാൽ തള്ളപ്പെടുന്നുണ്ടാവും, സ്വീകരിക്കപ്പെടുന്നുണ്ടാവും. ഇല്ല സ്വലാത്തു അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മേലുള്ള സലാത്ത് ചൊല്ലിയാൽ മഖ്ബൂലുൻ ഖത്അൻ, സ്വീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്.
ലഖദ് ജാഅക്കും എന്നുള്ളത് ആയത്താണ്, സ്വലാത്താണ്, സനാ ആണ്, മൗലൂദാണ്, ഒക്കെയാണ്. അത് ഖുർആന്റെ രഹസ്യമാണ്. ഞങ്ങളോട് പറഞ്ഞില്ല അത് ഖുർആന്റെ രഹസ്യമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മങ്കൂസ് മൗലൂദിലെ ആദ്യത്തെ ഹദീസിൽ ഇതുണ്ട്. ഏത്? ഇതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്ന് മഹാനായി ഖുതുബി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി, കണ്യത്തിന്റെ ഉസ്താദായ ഖുതുബി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി ദൃക്സാക്ഷികൾ എന്നോട് പറഞ്ഞു. ഖുതുബി തങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞു, ഖുതുബി തങ്ങളെ പേരക്കുട്ടി എന്നോട് പറഞ്ഞു, ഖുതുബി തങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞു, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന ഈ ആയത്ത് എവിടെ ഉണ്ട്? മങ്കൂസ് മൗലൂദിന്റെ ആദ്യത്തെ ഹദീസിലുണ്ട്. ആ ഹദീസിൽ ഇസ്മുൽ ആലമുണ്ട്. അത് ഓതിയിട്ടൊരു കാര്യമാണ് പറഞ്ഞാൽ അള്ളാഹു തആല ആ മൗലൂദ് ഓതിയിട്ടൊരു കാര്യമാണ് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും. അത് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അങ്ങനെ വെക്കാൻ കാരണം ഇതിൽ എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ലഖദ് ജാഅക്കും, അതിൽ ഇസ്മുൽ ആലമുണ്ട്. എന്തിന്? സ്വലാത്തുൽ ഫാത്തിഹിൽ ഇസ്മുൽ ആലമുണ്ട് എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അൽ ഇസ്മുൽ ആലമുണ്ട്. 928 ആയിഷ നിസ്കരിച്ച് നിന്നിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ താനൊരു കാര്യം രാജവെമ്പാല മൂർഖം കടിച്ചു കൊണ്ടുവന്ന ആളെ കൊണ്ടെന്ന് ബോധം പറ്റപ്പോയി, മരിച്ചു എന്ന് പോലും സംശയം. അങ്ങനത്തെ ഒരാളെ കൊണ്ടുവന്നു താനൂർ ഇസ്ലാഹിന്റെ പള്ളിയുടെ മുറ്റത്തേക്ക്. അപ്പോൾ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. ഇശ നിസ്കാരം കഴിഞ്ഞ് പിന്നെ സുന്നത്തിലേക്ക് ഇങ്ങനെ തുടങ്ങുമ്പോൾ ആരോട് വന്ന് പറഞ്ഞ് അപ്പോൾ സുന്നത്ത് നിസ്കരിച്ചില്ല, അവിടെ ഇറങ്ങിപ്പോണ്. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, വെള്ളത്തിൽ ഈ സ്വലാത്ത് ചൊല്ലി ഊദീൻ. ഏത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അത് കൊടുത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നിന്ന് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞപ്പോഴത്തിന് ആള് എണീറ്റിരുന്നു, നടന്നുപോയി. താനൂർ ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 928. അതൊക്കെ ഇവിടുത്തെ ചരിത്രമാണ്. ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി. ബഹർ മുഴുവൻ മഷിയാക്ക് ചെയ്ത തീരാത്ത ആശയം എങ്ങനെ കുട്ടി പരമകാരുണ്യ കരുണാനിധി എന്ന് പറഞ്ഞാൽ തീരുക? അതുകൊണ്ടാണ് മഹാന്മാരായ ശംസുലമ റഹ്മത്തുള്ളാഹിനെ പോലത്തെ മഹാന്മാർ എന്ത് പറഞ്ഞത്? ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല. ഒരു പരിഭാഷക്കെതിരായതുകൊണ്ടല്ല, ഖുർആന്റെ ആശയത്തെ മനുഷ്യൻ നിസ്സാരവൽക്കരിക്കും. അത് പറഞ്ഞാലും തീരൂല. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ.